പീഡന പരാതിയിൽ നടൻ ഇടവേള ബാബു അറസ്റ്റിൽ വൈദ്യപരിശോധനയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, സ്വാഭാവികമായുള്ള നടപടി എന്നുള്ള നിലയിൽ ചോദ്യം ചെയ്യലിന് ശേഷം വൈദ്യപരിശോധന. ഇന്നലെ മുകേഷിന്റെ കേസിൽ കണ്ടതിന് സമാനമായ നടപടികൾ. വിവരങ്ങൾ എന്താണ് നിതിൻ അംബുജൻ? റീജിത്ത്, അത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുകേഷിന്റെ കേസിൽ കണ്ട സമാനമായ നടപടി തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത്. അല്പസം മുമ്പാണ് ഇടവേള ബാബു ലൈംഗിക ശേഷി പരിശോധനയ്ക്കായി ഇവിടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിയത്. അല്പസം മുമ്പ് എത്തി അദ്ദേഹം ഇപ്പോൾ ഈ പരിശോധനയ്ക്ക് വിധേയനാവുകയാണ്. അതിനുശേഷം എന്തായാലും നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചൊരു പശ്ചാത്തലത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് ഈ പരിശോധനയ്ക്ക് ശേഷം ഇടവേള ബാബുവിനെ വിട്ടയക്കുകയാണ് ചെയ്യുക. ലൈംഗിക പീഡന പരാതിയിൽ നടൻ ഇടവേള ബാബുവിനെതിരെ ആലുവയിലുള്ള നടിയാണ് പരാതി നൽകിയത്. പിന്നീട് പോലീസ് കേസെടുക്കുകയായിരുന്നു, നോർത്ത് പോലീസ് കേസെടുക്കുകയായിരുന്നു. അതിനുശേഷമാണ് പ്രത്യേക സംഘത്തിന് ഈ കേസ് കൈമാറിയത്. എന്തായാലും ഹൈക്കോടതിയിൽ നിന്നും കോടതിയെ സമീപിച്ചുകൊണ്ട് ഇടവേള ബാബുവിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഏതാണ്ട് 4 മണിക്കൂർ അദ്ദേഹം ചോദ്യം ചെയ്യലിന് വിധേയനായത്. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമുള്ള സ്വാഭാവിക നടപടി തന്നെയാണ് ഇപ്പോൾ ഇവിടെ ജനറൽ ആശുപത്രിയിൽ നടക്കുന്നത്. അല്പസം മുമ്പ് തന്നെ ഇടവേള ബാബുവിനോട് സംസാരിച്ചു. അദ്ദേഹം വ്യക്തമാക്കിയത് സ്വാഭാവിക നടപടി എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്തായാലും ഇപ്പോൾ ലൈംഗിക ശേഷി പരിശോധനയ്ക്കായി ഇടവേള ബാബു ജനറൽ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനും തന്നെ ഈ പരിശോധന പൂർത്തിയാക്കി ഇടവേള ബാബുവിനെ വിട്ടയക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ മുകേഷിനും സമാനമായ നിലയിലുള്ള ഒരു നടപടിക്രമങ്ങൾക്ക് വിധേയനാക്കിയിരുന്നു. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.